ഹൈ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചുവന്നുള്ളി മാത്രം ചേർത്ത് സവോള ചേർക്കാതെ ഒരു ചിക്കൻ വരട്ടിയതാണ്. നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു 1/2 കിലോയിലധികം മീറ്റ് എടുത്തിട്ടുണ്ട്. ചെസ്റ്റ് പീസാണ് ചിക്കൻ്റെ എടുത്തിരിക്കുന്നത്. നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കയ്യിലേക്ക് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി ഒന്ന് ചൂടാക്കി ചേർക്കാനുണ്ട്. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് ചെറിയ ചൂടിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരൊന്ന് ചൂടാക്കി ഈ സമയത്ത് അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. ഇനി നമ്മൾക്ക് അതിലേക്ക് ആ ചിക്കനിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/2 സ്പൂണിലധികം മീറ്റ് മസാല, 1/4 സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 മുറി ചെറുനാരങ്ങയുടെ നീര് ഇതും കൂടി ചേർത്ത് ചൂടാക്കി വെച്ച മല്ലി മുളക് പൊടികളും കൂടി ചേർത്ത് തീരെ വെള്ളം ചേർക്കാതെ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. നല്ല ഒരു നാടൻ കറിയുടെ ടേസ്റ്റ് ആയിരിക്കും ഇതിനുണ്ടാവുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. മാരിനേറ്റ് ചെയ്തതിന് ശേഷം 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമ്മൾ കയ്യിലേക്ക് വേണ്ടത് 20ഓളം ചുവന്നുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അല്പം വലിപ്പമുള്ള ചുവന്നുള്ളി ഇതേമാതിരിയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ സവാള ചേർക്കുന്നില്ല. ഒരു തക്കാളി, നല്ല പഴുത്ത തക്കാളി, പിന്നെ ഒരു 10-12 വെള്ളുള്ളി കട്ട് ചെയ്തതും, ഒരു കഷ്ണം ഇഞ്ചി പൊടിയായി കട്ട് ചെയ്തതും, പച്ചമുളക് 2 എണ്ണം. ഞാനിപ്പോൾ ഇത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കത് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് എണ്ണ ചൂടാകുന്ന സമയത്ത് ചുവന്നുള്ളി, വെള്ളുള്ളി, ഇഞ്ചി, പച്ചമുളക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ചുവന്നുള്ളിയുടെ ടേസ്റ്റ് നമുക്ക് പറയേണ്ടതില്ലല്ലോ. വെളിച്ചെണ്ണയിൽ മൂപ്പായി വരുമ്പോൾ നല്ല രുചിയാണ്. ഇനി ആ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇപ്പോൾ ചേർക്കുക. നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ ഇത് കണക്കാവും. ഇനി നമ്മൾ കയ്യിലേക്ക് ഒരു 1/2 സ്പൂണ് പെരുംജീരകം ചതച്ചത് കൂടി ആ എണ്ണയിൽ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു രുചിയും ഉണ്ടാവും. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരുവിധം ചുവന്നുള്ളിയൊക്കെ ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ചുവന്നുള്ളിയൊക്കെ പെട്ടെന്ന് വഴന്ന് വരും. അപ്പോൾ തക്കാളി ചേർക്കാം. തക്കാളി ചേർത്ത് ഒന്നുകൂടി നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ തക്കാളിയും ചുവന്നുള്ളിയും വെള്ളുള്ളിയും എല്ലാം കൂടി ഒന്ന് ഒരുവിധം ഇതേ ഘട്ടത്തിൽ വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി, ആ ഉള്ളിക്ക് ആവശ്യത, ഇനി 1/2 സ്പൂണ് കുരുമുളക് പൊടി, ഇത്രയും മാത്രം മതി. ബാക്കി മസാലകളെല്ലാം നമ്മൾ ആ ചിക്കനിൽ ചേർത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ആ ചിക്കൻ പീസയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട ഉടനെ നമ്മൾ അതിൽ വെള്ളം ഒഴിക്കരുത്. ശരിക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തു. ഈ സമയത്ത് ഞാൻ അതിലേക്ക് ഒരു 1/2 ഗ്ലാസ്സിലധികം വെള്ളം ആ മാരിനേറ്റ് ചെയ്ത പാത്രം കൂടി കഴുകിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ തിളക്കട്ടെ. ഇനി നമ്മളത് ഒരു 15 മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. 15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ അത് തുറന്ന് നോക്കുമ്പോൾ ഇതേപോലെയാണുള്ളത്. ഇടയ്ക്ക് നമ്മളത് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ചുവന്നുള്ളിയൊക്കെ ശരിക്കും വെന്ത് സെറ്റായിട്ട് ഇതാകണില്ല, നല്ല കുറുകിയ ചാറായിട്ടുണ്ട്. ഇനി ഒരു 2-3-4 മിനിറ്റ് കൂടി നമ്മളതൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഒന്നുകൂടി അതൊന്ന് വറ്റി വരാണ്ട്. അപ്പോൾ നമ്മളെ ചിക്കൻ പീസൊക്കെ ഏകദേശം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ചിക്കൻ വരട്ടിയത് ഇവിടെ റെഡിയായി വന്നു. ആ ചുവന്നുള്ളിയുടെയും പെരുംജീരകത്തിൻ്റെ നല്ല ഒരു മണമാണ്. അപ്പോൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിൻ്റെ കൂടെ, പത്തിരിൻ്റെ കൂടെ, നെയ്ച്ചോറ് കൂടെ കഴിക്കാൻ നല്ല സൂപ്പറാവും. ഇപ്പോൾ ഒരു കൈപ്പിടി മല്ലിയില കൂടി ചേർത്തു ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുകയാണ്. അപ്പോൾ സൂപ്പർ ചിക്കൻ വരട്ടിയത് ചുവന്നുള്ളി ചേർത്ത് ഇവിടെ റെഡിയായി. ഇനി നമ്മളതൊന്ന് അടച്ചു വയ്ക്കാം. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം സെർവ് ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞ് അത് തുറന്ന് നോക്കുമ്പോൾ സൂപ്പറായി. അപ്പോൾ ഞാനത് വേറെ പാത്രത്തിലേക്ക് ഇതാ പകർത്ത്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യും. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കണും കൂടി അമർത്തണേ. അപ്പോൾ ചോറിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാം. എന്തിൻ്റെ കൂടെ ഇത് ചേരും. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.